ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ജൂലൈ 10 ഫിലിപ്പ് കോച്ച് സംവിധാനത്തിൽ നെറ്റ്ഫ്ലിക്സിലൂടെ നേരിട്ട് റിലീസിനെത്തിയ ഒരു ജർമ്മൻ ത്രില്ലർ ചിത്രമാണ് ബ്രിക്ക്. സിനിമ കണ്ടു. അത്യാവശ്യം നല്ല ഒരു വണ്ടർ അടിക്കുന്ന ഒരു സിനിമയാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. 1 മണിക്കൂർ 40 മിനിറ്റാണ് സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് മുഴുവനും ഒരു മതിൽക്കെട്ട് പോലെ രൂപീകരിക്കപ്പെട്ട ഒരു ടെക്നോളജി അതുകൊണ്ട് അങ്ങ് നിറയുകയാണ്. അപ്പം ഇവരുടെ ഫാമിലിയും നമ്മുടെ നായകനും നടിയും എല്ലാവരും കൂടെ എങ്ങനെ രക്ഷപ്പെടുന്നുള്ള കഥയാണ് സിനിമയുടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ട്വിസ്റ്റും ത്രില്ലിങ്ങും അടുപ്പിക്കുന്ന യുണീക്ക് സ്റ്റൈലും പിന്നെ ഈ സംഭവങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതും എല്ലാവരും വളരെയധികം പ്ലാൻ ചെയ്യുന്നതും സംഭാഷണവും എല്ലാം കിട്ടില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കിടിലുവാണെന്ന് വെച്ചാൽ കിടിലുവാണ്. ഒന്ന് കണ്ടു നോക്കുക. ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റ് റണ്ണിങ് ടൈമുള്ള സിനിമ. ഒരു ചെറിയ സിനിമ തന്നെയാണ്. പക്ഷെ വലുതായിട്ട് പ്രതീക്ഷ അങ്ങ് പോകരുത്. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കുക. അത് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം. ഒരു സിനിമ ഇറക്കുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് വേറിട്ട അഭിപ്രായങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സിനിമകളായിരിക്കും. അപ്പോൾ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കണ്ടു നോക്കുക. നല്ല മേക്കിംഗ് ഉണ്ട്. നടനും നടിയും നല്ല പെർഫെക്റ്റ് ജോഡികളാണ്. എല്ലാം കൊണ്ടും ഒരു മികച്ചിരിക്കുന്ന ഒരു സിനിമ. പക്ഷെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റും കൊണ്ട് അവസാനിപ്പിക്കും. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും സിനിമ IMDb റേറ്റ് കൊടുത്തേക്കുന്നത് 10ൽ 5.4 ഒക്കെ റേറ്റ് കൊടുത്തിട്ടുണ്ട് സിനിമ. പക്ഷെ അതിന് മുകളിൽ വരേണ്ടിയിരുന്ന സിനിമ എനിക്ക് അങ്ങനെ തോന്നിയത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബ്രിക്ക് എന്ന് പറയുന്ന ജർമ്മൻ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക്സ്.